ട്രിവാൻഡ്രം ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ചാടിയതൊക്കെ ഞാൻ തന്നെ ചാടിയതൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് ഹൈറ്റൊക്കെ കുറച്ച് പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ചാടിയ റോപ്പിട്ട് എന്നാലും എനിക്കും എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര ടേക്ക് അവേ ആയിരുന്നു. എല്ലാവരും ഓരോരോ മൊമെൻറ്റ്സിൽ, നിപിൻ ചേട്ടനാണെങ്കിലും ലിജോ ആണെങ്കിലും പിള്ളേരാണെങ്കിലും ഒക്കെ എല്ലാവരും ഓരോ മൊമെൻറ്റിൽ കണ്ണ് ഇങ്ങനെ നിറയിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഭയങ്കര വേറൊരു മൂഡിലിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും അറിയില്ല പറയാൻ. ഒരു 5 ദിവസം ഇപ്പം കുറച്ച് കട്ടായി. ഒരു 5 ദിവസം ഭയങ്കര കുറച്ചും കൂടി ഹെവി ആക്ഷൻ ഓറിയൻറ്റഡ് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്കും ഫസ്റ്റ് കട്ട് ഡബിനൊക്കെ കണ്ടപ്പോഴും ഇത്രയും വേണ്ട എന്ന് തോന്നിയിട്ട് കുറച്ചതാ. ഇതൊക്കെ റിയലി ഷൂട്ട് ചെയ്താ. ഒരു ട്രിവാൻഡ്രം ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ചാടിയതൊക്കെ ഞാൻ തന്നെ ചാടിയതൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് ഹൈറ്റൊക്കെ കുറച്ച് പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ചാടിയ റോപ്പിട്ട് എന്നാലും ഇല്ല, അത് പെർഫോം ചെയ്ത എന്നാലും വയ്യായിരുന്നു. ഭയങ്കര പാടായിരുന്നു 5 ദിവസം. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, ഈ സിനിമയിൽ ഞാൻ എന്തൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ലിജോ ആണ്. ലിജോ മോള് അതിപ്പോൾ ഞാൻ ഡയലോഗ് പറയുന്ന സീനാണെങ്കിൽ പോലും ലിജോ റിയാക്ട് ചെയ്യുന്നതിൻ്റെ കൗണ്ടറായിട്ടാണ് ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ ലിജോയുടെ ഇമോഷൻസിനോടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഷേപ്പ് ചെയ്യാൻ, ഈ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലിജോ മോളുടെ പെർഫോമൻസ് ആണ്. കാരണം നമുക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ല, എല്ലാം ഫസ്റ്റ് ടേക്കാണ് റിഹേഴ്സൽ. അപ്പം ലിജോ എന്ത് ചെയ്യുന്നു എന്നുള്ള ഭയങ്കര സർപ്രൈസ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അതാണ് ഞാൻ റിയാക്ട് ചെയ്യണം. അപ്പോൾ എനിക്കും ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആദ്യത്തെ 1 ദിവസം 2 ദിവസമൊക്കെ പ്ലാൻ ചെയ്തോളൂ. പിന്നെ നമ്മൾ ഷോർട്ടിലാണ് എന്ത് തോന്നുന്നു അപ്പോൾ ചെയ്യാന്നുള്ളത്. എനിക്കൊരിത് ഞാൻ ചെയ്തത് നല്ലതാണോന്ന് അറിയില്ല, പക്ഷേ ഇതിൽ എല്ലാ സീൻസും ഞാൻ ഫീൽ ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മൾ കോമഡി ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ നമ്മളെവിടേക്കും പ്ലാൻഡാണ്, പെർഫോം ചെയ്യാണ്. പക്ഷെ ഇവിടെ എന്തോ ഫീൽ ചെയ്തിട്ടാണ് ചെയ്തത്. അത് നല്ലതാണോന്ന് അറിയില്ല. പക്ഷേ എല്ലാവരും പടം കാണുക, എന്നിട്ട് എന്താണെങ്കിലും ഇത്രയും നാൾ ഭയങ്കര ചേർത്ത് നിർത്തിയിട്ടുള്ളൂ എല്ലാ സിനിമകളിലും. എന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലെന്ത് തോന്നിയാലും തിരുത്താനാണെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും രണ്ടാണെങ്കിലും പറയുക, അറിയിക്കുക, അത് തന്നെ ഉള്ളൂ.